നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. പ്രസിദ്ധ പിന്നണി ഗായകൻ എം രാജയുടെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. ആ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങാം. ബഹുമാന്യരെ, ഞാനിപ്പോൾ പറയുന്നത് ഇന്നലെ പറഞ്ഞ കാര്യം അതിൻ്റെ തുടർച്ചയാണ്. ജനങ്ങൾ ഇന്ന് പല പല ചോദ്യങ്ങളും വരാണ്. അല്പം കടന്നു കൈയാണ് പറയുന്നതിന് പറയാതിരിക്കാൻ വയ്യ. കാരണം സത്യത്തിന് മുഖം വികൃതമാണല്ലോ. അതിവിടെ ആമുഖമായിട്ട് പറയാനുള്ളത്, കലൂർ സ്റ്റേഡിയം യൂസേജ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് മൊയ്തീൻ ഷാ. ഇപ്പോൾ അഗ്നിശമന വിഭാഗത്തിൻ്റെ പ്രത്യേക റിപ്പോർട്ട് 50-ൽ പരം ഗ്യാസ് ഊറ്റുകൾ അവിടെ വൈകിട്ട് സമയത്ത് വർക്ക് ചെയ്തതാണ്. ഗ്യാസ് 19 കിലോ ഗ്യാസ്. അപകട മേഖലയാണ്. ഒരിക്കൽ അപകടം ഉണ്ടായി ഒരാൾ മരിക്കുന്നതിലൊക്കെ ഗുരുതരമായി പരിക്ക് പറ്റി. അപ്പോൾ അവിടെ ബന്ധപ്പെട്ട അധികാരികളും ഇന്ന് സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം കുത്തഞ്ഞ രീതിയിലാണ്. ആകെ അഴുക്ക് പിടിച്ചും ചെളി വെച്ചും ആകെ ഒരു ഡർട്ടിയാണ്. ഞാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനെ കുറ്റപ്പെടുന്നതല്ല, പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊന്ന്, കോട്ടയത്ത് കരിക്കിനേത്ത് തുണിക്കട കുറേ വർഷമായി പ്രശ്നത്തിലാണ്. ഈ ഓൺലൈൻ ബിസിനസ്സും സൂപ്പർ മാർക്കറ്റ് കൊണ്ടുകൊണ്ട് ബിസിനസ് കട ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ അവർ തുറന്നിട്ടില്ല. അപ്പോൾ 19ഓളം പണിക്കാരുണ്ട്. എനിക്ക് ആ പണിക്കാരോട് പറയാനുള്ളത്, ഇതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് അല്ല, കോഫി ബിസിനസ് കമ്പനി തകർന്നപ്പോൾ മഹാനായ AKGയുടെ സമൂഹമായി തൊഴിലാളിയിൽ നിന്ന് സംഘം ഉണ്ടാക്കി ഇന്ത്യൻ കോഫി രൂപീകരിച്ചു. അതിപ്പോൾ സുന്ദരമായിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ 50 പേരുള്ള നിലക്ക് നിങ്ങൾ നിരാശരാകാതെ നിങ്ങൾ കഴിയുന്ന സഹായം കയ്യിൽ നിന്നെടുത്ത് ഒരു സൊസൈറ്റി പോലെ ഉണ്ടാക്കി നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുക. ആരും നിരാശപ്പെട്ടു പോകരുത്, ആത്മഹത്യ ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പിന്നെ ഇപ്പോൾ ഈ അമേരിക്കയിലെ അല്ലെങ്കിൽ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ഒരു വിഭാഗം, തോൽപ്പിക്കാൻ വേറെ വിഭാഗം കച്ചവെട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. അതൊരു കാര്യം പറഞ്ഞവിടെ, അവിടെ പ്രസിഡന്റ് ആകണമെങ്കിൽ അമേരിക്കൻ പൗരത്വം പോരാ, അമേരിക്കയിൽ ജനിച്ച പൗരനായിരിക്കണം. ആ ഒരു തീരുമാനം, ആ ഒരു നിയമം തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ആധുനികമായി ചിന്തിക്കുക, അതല്ല അതിൻ്റെ ശരി. അമേരിക്കൻ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന ആരാണോ, ഒരു വിദേശിയാണെങ്കിൽ ആൾക്ക് അവസരം കൊടുക്കണം. ഇപ്പോൾ സോണിയാഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ അത് ചേർന്ന് പ്രശ്നം ഉണ്ടായത്, ഇന്ത്യൻ പൗരത്വം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രസിഡന്റ് മടിക്കുന്നതാണ് അവർ ചാകെ ഇറക്കായിരുന്നത്. അല്ലാതെ അവർ സ്വയം മാറിയൊന്നുമില്ല. കോൺഗ്രസ്സേ പറയുന്നത് അവർ സ്വയം മാറിയതാണ്. അതൊന്നും അല്ല സംഗതി. അതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മുടെ വിഷയം, അപ്പോൾ ഏതെങ്കിലും ഈ ഇപ്പോഴത്തെ മേയർ ജയിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ 99% ജയിക്കാൻ സാധ്യതയാണ് റിപ്പോർട്ട്. അതിന് 2 ടേം വരും. 2 ടേം എന്ന് പറഞ്ഞാൽ 31, 40 വയസ്സാണ്. അപ്പോൾ അടുത്ത് വരുമ്പോൾ ഈ 2 ടേം ഇനി 4 വർഷ കാലാവധി, 10 വർഷത്തിനകം നിയമം മാറി അമേരിക്കയിലെ ഭൂരിപക്ഷം ജനത ഇഷ്ടപ്പെടുന്ന ആൾ ആരാണോ ആ ആള് വിദേശത്ത് ജനിച്ചിട്ട് അമേരിക്കൻ പൗരത്വം എടുത്ത ആളും ആകാം എന്നൊരു നിയമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിയമം വന്നേക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനായി വരാം. അങ്ങനെ വന്നാൽ ഗുണം പോരായിക്കുണ്ട്. ഇന്ത്യയുടെ അല്പമൊക്കെ അകന്ന് പോകുന്നുണ്ട്, അതൊന്നും ശരിയൊന്നുമില്ല. നമ്മൾ ഇന്ത്യ ആകുന്നതിക്കുള്ള ഒരു കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേങ്കിലും ലോക സമാധാനം ഉണ്ടാകുന്ന കാര്യം സംശയമില്ല. അതുപോലെ കാരണം ഒരു ആയുധ വിൽപ്പന കൊണ്ട് അമേരിക്ക നേടുന്നു, അതിലെ തകർച്ചില വെക്കത്ത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഗസയിലെ വെടിനിർത്തലിനെ കുറിച്ചൊക്കെ ഇസ്രായേൽ താല്പര്യമുണ്ട്, ഗസ ചെയ്യണം, ഇതൊക്കെയാണ്. ആ വശങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകട്ടെ. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. വളരെ നിർണായകമായ ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഞങ്ങളുടെയോ എൻ്റെയോ അഭിപ്രായമല്ല, കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം. അത് ഞാൻ എൻ്റെ വായിൽ കൂടി പറയുന്നുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാണ്ട് ഒരു 40ഓളം ജനസംഖ്യ, 40% മുസ്ലിങ്ങൾ കേരളത്തിലെടുത്താണ് ലേറ്റസ്റ്റ്. സംഘപരിവാറൊക്കെ പറയുന്നതും ലേറ്റസ്റ്റ്. വേണ്ട ഒരു 35 കൂട്ട്, 40-35 അങ്ങനെ വന്നാൽ തന്നെ ഏതാണ്ട് 1,40,00,000 പേര് വരും. ഈ 1,40,00,000 പേരിൽ
UDF അല്ലെങ്കിൽ കോൺഗ്രസ് വേണ്ടി ഒരു സർവേ നടത്താം. മുസ്ലിം ലീഗ് അനുഭാവികൾ എത്രയും 25 ലക്ഷത്തിൽ താഴെയാണ് മുസ്ലിം ലീഗ് അനുഭാവികളുള്ളത്. നിങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർവേ നടത്താം. ബാക്കി ഒരു 10 ലക്ഷത്തിൽ താഴെ, 10 ലക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും മുസ്ലിം അനുഭാവികൾ. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വ്യത്യസ്തമാണ് ന്യൂനപക്ഷങ്ങളായിട്ട്, സംഘപരിവാരമായിട്ടുള്ള വളരെ കൈകോർത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു 5 ലക്ഷം വരെ ഉള്ളൂ. അപ്പോൾ ഉണ്ട് 25-30 ലക്ഷം. ഇത് 15 ലക്ഷം മുസ്ലിം ലീഗിലുണ്ടെങ്കിൽ അത്രയൊന്നും മുസ്ലിങ്ങൾ കോൺഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ എത്ര 10 ലക്ഷം. അപ്പോൾ 15, 10, 25, 30 ലക്ഷം പോയാൽ അപ്പോഴും 1,10,00,000 10 പൊട്ടിക്കളയാം. 1 കോടി വോട്ടർമാർ മുസ്ലിം സമുദായത്തിൽ പുറത്ത് വെപ്പുണ്ട്, മുന്നണിയിൽ നിന്നും പെടാതെ, പാർട്ടിയിൽ പെടാതെ. അവർക്ക് പ്രത്യേക രാഷ്ട്രീയമോ പ്രത്യേക പാർട്ടിയോ പ്രത്യേക ലക്ഷ്യമോ ഒന്നുമില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളത് മറ്റുള്ള സമുദായങ്ങൾക്ക് കിട്ടുന്ന പോലെ അല്ലെങ്കിലും അതിനോട് ഏകദേശം തുല്യമായിട്ട് ഈ സമുദായത്തിനും അംഗീകാരം വേണമെന്നുള്ള. അത് തെറ്റ് പറയാൻ പറ്റില്ല, വർഗീയം പറയാൻ പറ്റില്ല. അവരൊന്നും വർഗീയവാദികളല്ല, തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, ഒക്കെ ദേശീയവാദികളും മതേതരവാദികളും സോഷ്യലിസ്റ്റുകളും. വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ 1% പോലും ഇന്ത്യയിൽ തീവ്രവാദികളില്ല, 1% പോലും ഇല്ല, കേരളത്തിലും ഇല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ തീവ്രവാദിയാക്കും, ഒക്കെ അല്പം തീവ്രത ഉണ്ടില്ലെന്നില്ലെങ്കിൽ അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. PDP അല്ലെങ്കിൽ മറ്റുള്ള വളരെ കുറച്ച്. ബാക്കി എല്ലാവരും ദേശീയവാദികളും മതേതരവാദികളും സോഷ്യലിസ്റ്റുവാദികളുമാണ്. അതിൽ ഒരു സംശയമില്ല, മൊയ്തീൻ ഷാ ഉൾപ്പെടെ. അപ്പോൾ എനിക്കുള്ള ഗുണത്തിൽ ഈ ജനങ്ങൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, നമുക്ക് ഒരു വ്യക്തമായ താല്പര്യം, പ്രത്യേക ദുരുദ്ദേശമില്ല, അല്ലെങ്കിൽ ആളാകാനുള്ള പരിപാടിയില്ല എന്നുള്ളതുകൊണ്ട് അവർ തുറന്ന് പറയാം, വിശ്വസിച്ച് പറയാം. അപ്പം അവർ പറയുന്നത് വൈ നോട്ട്, എന്തുകൊണ്ട് ഇനി ഒരു ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൂടെ നിൽക്കണം? സമുദായത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാമല്ലോ, എല്ലാ അർഹതയുണ്ട്. തന്നെയുമല്ല, കോൺഗ്രസ്സുകാരെ UDF വരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ KR ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, നയനാരെ ആക്കിയിട്ടുണ്ട്. പാലോളി മുഹമ്മൂട്ടിയെ മുഖ്യമന്ത്രി മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ വീണ്ടും അച്യുതാനന്ദനാണ് എൻ്റെ ഓർമ്മ വെച്ചത്, അതോ വീണ്ടും നായരാണെന്നറിയാം, ആ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷെ അതുപോലെ അവസാനത്തെ രാജേട്ട് എന്ന് പറയുന്ന കണ്ണൂരിലെ രാജേട്ട് പോലും അവസാനം പാർട്ടിക്ക് പുറത്തല്ലെങ്കിലും അവിടെ ഒരൊറ്റപ്പെട്ട് പിണറായി സഖാവിൻ്റെ കയ്യിലേക്ക് വന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അട്ടർലി ഫെയിലിയർ എന്ന് പറയുമ്പോൾ അട്ടർലി വിജയിച്ചു കഴിഞ്ഞു അതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി UDF ഭരണം അല്ല LDF ഭരണം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ മരുകൻ തന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ അവർ ഇപ്പോൾ പുറത്ത് വിജയൻ പറയില്ല, പക്ഷേ മറ്റുള്ളവർ പറയിപ്പിക്കും. ഇങ്ങനെയാണ് മരുകനെ മുഖ്യമന്ത്രി. അങ്ങനെ ആകുമ്പോൾ ഈ 1 കോടിയോളം പുറത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ശതമാനം വോട്ട് LDF പോകും. ഇന്നിപ്പോൾ ഒരു കംപ്ലീറ്റ് LDF വിരോധമാണ്. എന്ന് വെച്ചാൽ സംഘപരിവാരമായിട്ടുള്ള അടുപ്പം കൊണ്ട്. പക്ഷെ അങ്ങനെ അതൊരു കളി കൊടുത്ത് 2 കാര്യം അവർ ചെയ്യും. ഇലക്ഷൻ വരുമ്പോഴേക്കും 2 കാര്യം ചെയ്യും. ഒന്ന്, രഹസ്യമായിട്ട് മരുമോനെ മുഖ്യമന്ത്രിയാക്കാൻ പരിപാടി എന്നുള്ള ഒരു ട്രെൻഡ് ഇറക്കും. മറ്റൊന്ന് സംഘപരിവാർ, അതേപോലെ DYFI ABVP ഒക്കെ പിള്ളേർ CITUവിൻ്റെ കൊടിയൊക്കെ ഇട്ടുവാണ്ടത്ത് പറത്തി കണ്ടില്ലേ, ABVPയുടെ പിന്നെ ഇതുപോലെ വനിതാ പ്രവർത്തകർ, അതൊക്കെ സംഘപരിവാറും CPM ഇട്ട് ശക്തമായി അടിയുണ്ടാക്കും. ചിലപ്പോൾ കൊലപാതകം വരുന്നുണ്ടാക്കാം. അതെല്ലാം ഈ വരുന്ന ഇലക്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലാതെ ആത്മാർത്ഥമായിട്ടൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത്, ഇവിടെ 9% വരുന്ന നായർ വിഭാഗത്തിൽ 70% അല്ലെങ്കിൽ അതിൻ്റെ 70% വോട്ടും ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ പറയുന്നില്ല, വിലയിരുത്തില്ല, തെരഞ്ഞെടുപ്പിൽ BJP പോകും. തന്നെയുമല്ല, BJPയിൽ ഇപ്പോൾ വലിയൊരു അഴകുഴമ്പൻ രീതി വരാണ്. കാരണം ഇത്രയും കാലം പാടുപെട്ട് വളർത്തിയ എടുത്ത പ്രസ്ഥാനമാണ് സുരേന്ദ്രനും മുരളീധരനും. അവർ രണ്ടുപേരും ഏതാണ്ട് പുറത്താക്കി തുല്യമായിട്ട് കമ്മിറ്റിയൊക്കെ മാറ്റി, ഫ്ലെക്സിന്ന് ഫോട്ടോ മാറ്റി. ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞ് പ്രശ്നമുണ്ടത്, അത് ശരിയല്ലേ? അതിന് ഉപബലകമായിട്ട് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് സർവ്വ അധികാരം കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ആര് വേണമെങ്കിൽ പുറത്താക്കും, ആരും എടുക്കാം, ഒരു ചോദ്യമില്ലാന്ന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കാം. അത് ശരിക്ക് ചന്ദ്രശേഖർ നടത്തും. അപ്പോൾ ഇയാൾ പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആൾ കുറച്ചുണ്ട്. അപ്പോൾ എപ്പോൾ എന്ന് വെച്ചാൽ അണികൾ ചോർന്നു പോകും.
പിന്നെയുള്ള അണികൾ നായർ കുറച്ചുകൂടി നായർ സാമീപ്യം വരും. നായർ സാമീപ്യം വരുമ്പോൾ വീണ്ടും നായർ അപ്പോൾ 70 ഇപ്പോൾ ഒരു 80% വരും. അതായത് ഈഴ വിഭാഗത്തിൽ 80-90% വരെ LDF കിട്ടുമെങ്കിൽ നായർ വിഭാഗത്തിൽ 70-80% വരെ BJP കിട്ടിയാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് വോട്ടാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 110 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെ വോട്ടിൻ്റെ ശതമാനം വളരെ കുറയുകയും മുഖ്യമന്ത്രിയായിട്ട് അവർക്ക് മാത്രം വേണമെന്ന് വാശി പിടിച്ച് 5 പേര് ലയിൽ നിൽക്കണം. 5 പേര്, ആരും പുറകിട്ട് പോയില്ല, ആരും മോശക്കാരുമില്ല. അപ്പോൾ ഈ 5 പേര് പരസ്പര എതിർപ്പ് മത്സരം കാരണം വോട്ടിംഗ് ശതമാനം വളരെ കുറയുന്നതുകൊണ്ടും ഭരണം തന്നെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഒരു വശത്ത് ഞാൻ പറഞ്ഞില്ലേ, പാലുള്ളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയായി കാണിച്ചുകൊണ്ട് അന്ന് LDF പ്രചരണം നടത്തി. അന്നത്തെ ആ UDFിൻ്റെ പ്രചരണ ഫ്ലെക്സുകളിൽ കോൺഗ്രസിൽപ്പെട്ട ഒരു മുസ്ലിമിൻ്റെ പേര് പോലും വഹിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഇന്നലെ പറഞ്ഞ് അങ്ങനെ അതുകൊണ്ടുകൂടി ആ ഭരണം പോയി. അതേ നിലക്ക് ഇത്തവണ ഇലക്ഷൻ മുറുകി വരുമ്പോൾ മരുവൻ്റെ കാര്യം പരസ്യമായിട്ട് വരില്ല, പരസ്യമായിട്ട് വില പോയി, രഹസ്യമായിട്ട് ട്രെൻഡ് എടുക്കും. അപ്പോൾ മുസ്ലിം മാറ്റും. ഇവിടെയാണ് ഈ 5 ഈ നായന്മാർ തമ്മിൽ തർക്കമാണ്. അതുകൊണ്ട് അതും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായിട്ടും വളരെ യുക്തമായിട്ടും പറയാണ്, കേരളത്തിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരനായ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വോട്ട് മുസ്ലിങ്ങൾ കിട്ടുള്ളൂ, വീഴുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മറ്റ് ചില സമുദായത്തിൽ നിന്ന് അല്പം വോട്ട് പോയേക്കാം. പക്ഷെ എത്ര പോകും? കണക്കുദ്ധരിച്ചാണ്. ഇത് കണക്കാണ്, അല്ലാതെ കമ്മതിയല്ല. കണക്കെ ഉദ്ധരിച്ചോ എത്ര പോകാൻ സാധ്യതയുണ്ട്? നായർ വിഭാഗത്തിൽ ഞാൻ 70-80% BJPക്ക് പോകും. ഈഴ വിഭാഗത്തിൽ 90% പോകും. ദളിത് വിഭാഗത്തിൽ 60-60% LDFിന് പോകും. പിന്നെ ധീവരന്മാരൊക്കെ ഉൾപ്പെടെ 3%. അവർ അതിന് 1% 3 തുല്യമായിട്ട് പോകും. പിന്നെയുള്ള ക്രിസ്ത്യൻ സമുദായമാണ്. അതിൽ ഇപ്പോൾ BJPക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ക്രിസംഗിയും പിന്നെ കാസയൊക്കെ ശ്രമിച്ചെങ്കിലും പട്ടപൂജ ആയതുകൊണ്ട് ആ ഒരു സാധ്യതയൊന്നും വലിയ കാര്യമായിട്ട് BJP പോവില്ല. അപ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കി, നിലമ്പൂരിൽ പോയി ഒരു ക്രിസ്ത്യാനി നിർത്തി വോട്ട് കിട്ടാൻ വേണ്ടി പൂത്താങ്കിരി എന്നൊരു കിളിയുണ്ട്, അത് പറക്കാൻ പഠിച്ചു, പറക്കാൻ ശ്രമിച്ചു, പറക്കാൻ പഠിച്ചില്ല, അവസരം നടക്കുന്നത് മറന്നുപോയി. അതുകൊണ്ട് ബാക്കിലേക്ക് നടക്കാണ്. അപ്പം ബാക്കിലേക്ക് പൂത്താങ്കിരി എന്നൊരു കിളി നടക്കുന്നത് ബാക്കിലേക്കാണ്. അതിനർത്ഥം പറക്കാൻ ശ്രമിച്ചു, വിജയിച്ചില്ല, നടക്കാൻ മറന്നും പോയി. അപ്പോൾ പിന്നെ പുറകിലേക്ക് ഇല്ല. അതുപോലെ BJP വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തീയ ലോബിയെ കയ്യിലെടുത്തതും കാസ്റ്റ് ഉണ്ടാക്കിയതും ഇസ്രായേൽ സപ്പോർട്ട് കാസ്റ്റ് ഉണ്ടാക്കിയതും ക്രിസംഗിയൊക്കെ ഉണ്ടാക്കി. അത് അട്ടറിൽ ഫെയിലിയറായി പോയി. ഇത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം വോട്ട് പോലും ഇത്ര BJP കിട്ടിയില്ല. അത് തന്നെ ഈ ഇലക്ഷനിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 19% വോട്ട് കിട്ടിയെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കണക്കെടുത്ത് 14% ഞങ്ങൾ കാണുന്നത്, വെറും 14% അല്ലെങ്കിൽ 15%. അതിൽ ഒരെണ്ണം പോലും പുറത്ത് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വോട്ടുകൾ കുറച്ച് അങ്ങോട്ട് പോകാതിരിക്കണമെങ്കിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചാൽ മാത്രമേ UDFിന് സാധ്യതയുള്ളൂ. അത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം ചെയ്താൽ UDFിന് ഭരണം കിട്ടും. നിങ്ങൾക്ക് മന്ത്രിയാകാം, ഭരണത്തിൻ്റെ ഭാഗമാകാം. അതല്ലെങ്കിൽ തടയുക. പക്ഷെ മുസ്ലിം ലീഗ് ഒന്നും മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 60 സീറ്റുണ്ട് അസംബ്ലിയിലേക്ക്. ഈ 60 സീറ്റിൽ 40-50% മുസ്ലിങ്ങളുള്ള മേഖലയാണ്. പക്ഷെ അവിടെ 60 സീറ്റിൽ മത്സരിച്ച് കോൺഗ്രസ്സാണ്. ലീഗിൻ്റെ കുറേ സീറ്റ് കഴിഞ്ഞ ബാക്കി കോൺഗ്രസ്സാണ്. 5-6 സീറ്റ് ജയിച്ചുള്ളൂ. ബാക്കിയെല്ലാം LDF കൊണ്ടുപോയി. അപ്പോൾ മുസ്ലിങ്ങളില്ലാത്തതുകൊണ്ടാണോ? ലീഗുകാരില്ല, ലീഗുകാരന്മാർ കിട്ടുള്ളൂ, മുസ്ലിംസില്ല. മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ലീഗുകാർ ഇല്ലാത്തതുകൊണ്ട് വോട്ട് കുറഞ്ഞ് ആ ഭാഗത്ത്. മുസ്ലിങ്ങളുണ്ട്, പക്ഷെ വോട്ട് ചെയ്യുന്നത് കാരണം അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊരു ഘടകവിരുദ്ധമായിട്ട് ഇന്ന് ഈ കുഞ്ഞാക്കയുടെ കൂട്ടുകാരൻ ബഷീർ സാഹിബും ഒക്കെയാണ്, പിന്നെ നമ്മുടെ അച്ചായന്മാരും ഒക്കെ. അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് അവർ ഒരു 2% വോട്ടൊന്നും മറിച്ച്, കൂടുതലുമില്ല, ആ 2% മറിച്ചപ്പോഴാണ് 60 സീറ്റിൽ ജയിച്ചിരിക്കുന്ന 500 മുതൽ 2000 വരിക. അങ്ങനെയാണ് 99 സീറ്റ് LDF കിട്ടി. ഇപ്പോൾ ഒരെണ്ണം പോയെങ്കിലും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ
വോട്ടിൻ്റെ പാറ്റേൺ നോക്കണം, വോട്ടിൻ്റെ കപ്പാസിറ്റി നോക്കണം. വെറുതെ ഞഞ്ഞാവിൻ്റെ പദ്ധതി കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാതെ പൊങ്ങച്ചം പറഞ്ഞ് ആനപ്പുറത്ത് കയറി താഴും പോകുന്നതിനും കാര്യമില്ല. വോട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ രീതിയിൽ ചിന്തിക്കണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഇതൊരു ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ പാലക്കാട് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, പാലക്കാട് നിലമ്പൂർ നേതാവ്, അതിനേക്കാൾ പറ്റിയ ഒരു സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ജയിക്കാൻ പറ്റുമോ? ഇത് ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ നമ്മുടെ അംബേദ്കർ. അത് മനസ്സിലാക്കണം. എന്നിട്ട് അംബേദ്കർ എത്ര സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, BR കൃഷ്ണ എത്ര സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പിന്നെ രാഷ്ട്രീയക്കാരാണ് അവർ. അപ്പോൾ അതിനർത്ഥം വിദ്യാഭ്യാസമോ യുക്തിയോ ബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിയോ മാത്രമല്ല, അതൊരു ട്രെൻഡിനനുസരിച്ച് ഒഴുക്ക് ഒത്തുപോയാൽ നടക്കുകയുള്ളൂ, ഒഴുക്കെതിരെ പോയാൽ നടക്കില്ല. അപ്പോൾ അതുപോലെയാണ് ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം. പക്ഷെ ഇവിടെ അതൊന്നും ചിന്തിക്കില്ല. ഇപ്പോഴും ഈ മുരളീധരൻ ഉൾപ്പെടെ, ശശി തരൂർ ഉൾപ്പെടെ, KC വേണുഗോപാൽ ഉൾപ്പെടെ, മുരളി ഉൾപ്പെടെ, സതീശൻ ഉൾപ്പെടെ, ഇത് നമ്മുടെ രമേശ് ഉൾപ്പെടെ തിരുവഞ്ചൂർ അങ്ങനെ ആഗ്രഹിച്ചില്ല എന്ന് കേൾക്കുന്നത്. കർത്താവിനാണെന്ന് അറിയില്ല. ഈ 5 പേരാണ് കേരള മുഖ്യസ്ഥാനം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഈ 5 പേർക്കും കിട്ടാൻ സാധ്യമില്ല. കാരണം അവർക്ക് വോട്ടിംഗ് കപ്പാസിറ്റി എവിടെ? എത്ര വോട്ടുണ്ട് നിങ്ങൾക്ക്? കണക്കുകൾ ഉദ്ധരിക്കല്ലേ. ഒരാൾക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ, ഒരാൾക്ക് 2 വോട്ടുണ്ടോ? പിന്നെ മറ്റ് വടക്കേന്ത്യയിൽ നടന്നു പറയുമ്പോഴൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു അട്ടിമറി നടത്താനൊന്നും സാധിക്കില്ല. കാരണം അങ്ങനെ അട്ടിമറിച്ച ഒരു ഭരണമൊക്കെ എടുത്ത ആൾക്ക് സംശയം വരും. അതുകൊണ്ട് അതും BJP ചെയ്യാനും സാധ്യമില്ല. അപ്പോൾ വോട്ട് തന്നെ അടക്കണം. അതെന്താ മനസ്സിലാക്കാത്ത? അത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും സതീശനും പിന്നെ രമേശ് ഇപ്പോഴും മുഖ്യമന്ത്രി ഒഴിവാക്കേണ്ട ആ വിഷമം. എൻ്റെ രമേശ്, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്നറിയാം. ആപതറിയോ? നിങ്ങൾ ആ 9% നായർ വിഭാഗത്തിൽ 1/3 മാത്രം മെമ്പർമാരുള്ളൂ NSSന്. അവർ തൻ്റെ നേതാവെ കൊണ്ട് നിങ്ങൾ കീ പോയിന്റ് ചോദിച്ചില്ല ഉമ്മൻചാണ്ടി എടുത്തത്. അതൊരു താക്കീതല്ലായിരുന്നു, ഒരു ആജ്ഞയായിരുന്നു. കീ പോയിന്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന്. കീ പോയിന്റ്, താക്കോൽ സ്ഥാനം, മലയാളത്താണല്ലോ. പാവം പേടിത്തുറിയ അതിന് ഉമ്മൻചാണ്ടി കൊടുക്കുക. ഇത് ഏറ്റവും വലിയ കീ പോയിന്റ്. മുഖ്യമന്ത്രി കിട്ടൂലോ, ഓക്കെ. ബാക്കി ആഭ്യന്തരങ്ങൾ കൊടുത്തത്. ആഭ്യന്തരം കൊടുത്ത സമയത്ത് ആ സമയത്താണ് കുറച്ച് സംഘപരിവാർ ക്യാമ്പ് ചെയ്ത് പോലീസ് കയറ്റിയതൊക്കെ ഒരു ആരോപണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് പുള്ളി പറ്റിയ ഏറ്റവും വലിയ ക്ഷീണം. അപ്പം മനസ്സിലായില്ലേ ഒരു വിഭാഗത്തെ ആളാന്ന്. ഒരിക്കലും പിന്നെ വെള്ളപ്പള്ളി കൊണ്ട് പിണറായി സഖാവ് ഒരിക്കലും പറഞ്ഞില്ല സഖാവിന് മുന്തിസ്ഥാനം കൊടുക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കണമോ കീപ്പോയി പറഞ്ഞില്ല. അത് വളരെ ചേട്ടാ ചതിക്കല്ലേ, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയാണ്, ഇങ്ങനെ നമ്മൾ അടുത്ത് നിന്നാൽ മതി, അല്ല കൂടുതൽ അടക്കണ്ട, അത് അപകടമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രമേശ് ഉണ്ടായില്ല, അല്ലെങ്കിൽ രമേശ് നിയന്ത്രിക്കുന്നവർക്കുണ്ടായില്ല. ഒരു കാരണം ഞാൻ ചോദിട്ടെ, ഇപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ എൻ്റെ സമുദായപ്പെട്ടുകൊണ്ട് ഞാൻ പറയിപ്പിക്കുകയാണ് മൊയ്തീൻ ഷാക്ക് ഒരു സ്ഥാനം കൊടുക്കണം, കീ പോയിന്റ് കൊടുക്കുന്ന വെച്ചാൽ ഞാൻ പിന്നെ ആ ആളെ ഒരുപക്ഷെ ഞാൻ അറിഞ്ഞതല്ലായിരിക്കും, എങ്കിലും പബ്ലിക് എന്താ മനസ്സിലാക്കുക, പിന്നെ മുസ്ലിം കാക്കാന്മാരെ ആൾക്കാരാണ്, അത് വന്ന് അപകടം ചെയ്യും. അത് ചെയ്യാൻ പറ്റില്ല. അത് ആണ് രമേശിന് പറ്റിയ കുഴപ്പം. സതീശനാണെങ്കിൽ കുറച്ചുകൂടി പക്വതയും വരാനുണ്ട്, കുറച്ചും കൂടിയൊക്കെ. തന്നെയല്ല, എന്ത് സതീശൻ, നിങ്ങൾ ഈ 9% എത്ര ശതമാനം വോട്ട് നിങ്ങൾക്കുണ്ട്? നിങ്ങൾ ആര് വോട്ട് കിട്ടി ജയിക്കുന്നത്? ഇപ്പം മുരളീധരനോടും ചോദിക്കുകയാണ്, ശശി തരൂരോടും ചോദിക്കുകയാണ്, KC വേണോൽ ചോദിക്കുകയാണ്. 5 നായർ ഞങ്ങൾക്കെല്ലാം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറയാൻ വലിയ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ നേതാക്കൾ എനിക്ക് താല്പര്യമാക്കുക, ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ അവർ മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അത് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയാണല്ലോ, അതിൽ ആരായാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ചരിത്രം മനസ്സിലാക്കി സ്റ്റഡി ചെയ്തപ്പോഴല്ലോ റിപ്പോർട്ട് വരുന്നത് അങ്ങനെയല്ല. നമ്മൾ ഏത് നായരും ആയിക്കോട്ടെ കുഴപ്പമില്ല, മുസ്ലിങ്ങൾ മുഴുവൻ അതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ പറയാൻ നമ്മുടെ മനസ്സാക്ഷി അതായിരുന്നു പക്ഷെ അതല്ല സംഗതി. പുറത്തുനിന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നത് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് അങ്ങനെയല്ല, അത് ശരിയാവില്ല എന്നുള്ള പറഞ്ഞു. കാരണം വോട്ട് എടുക്കുന്നത് അവിടെയാണ്. 1,05,00,000 മുസ്ലിം വോട്ടർമാർ പുറത്തെടുക്കാണ്. ലീഗിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റും ഇല്ലാത്ത, അവർക്ക് പറ്റിയ രാഷ്ട്രീയമൊന്നുമില്ല. അവരാണ് ഇവിടെ ജീവൻ തോൽവി തീരുമാനിക്കുന്നത്. മുഖത്ത് നോക്കി നമ്മൾ ദേഷ്യപ്പെട്ടോ പാചകക്കാരില്ല. നമ്മൾ ലാബിലേക്ക് രക്തം പരിശോധിക്കാൻ കൊടുത്താൽ രക്തത്തിൽ കാണുന്ന റിപ്പോർട്ട് കിട്ടുന്നത്, അല്ല ലാബുകാരോട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പറയുന്നത് തുറന്ന് പറയാണ്, സത്യം പറയാണ്.
നമുക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു മുസ്ലിം മുഖ്യതാണെന്ന് ഒരു താല്പര്യമില്ല. പക്ഷെ വോട്ടർമാർ പറയണ്ടേ, അവർ മാൻഡേറ്റ്, അവരുടെ അഭിപ്രായം നോക്കണ്ടേ, അതാ പറയുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ അല്പം പൊട്ടിലും ചീറ്റിലുണ്ടാവും, ഒരു സംശയക്കാത്തില്ല. പക്ഷെ ആ പൊട്ടിലും ചീറ്റിലുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് പനി വരും, പനി ഇഞ്ചക്ഷൻ എടുക്കും, കുട്ടി കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തിൽ പനി മാറുമോ? അത് ഒരു ചോട്ടിൽ പൊട്ടിലും ചീറ്റിലും ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, എങ്കിലും ഫലം കിട്ടുമെന്ന് കിട്ടും, UDF ഭരണം കിട്ടും. അല്ലെങ്കിൽ LDF കൊണ്ടുപോകുന്നത് അവർ ഹൈജാക്ക് ചെയ്യും. അതിന് ഇപ്പം അത് പുതിയ ഒരു ഇത് തുടങ്ങിയേക്കല്ലേ, എക്സലിൽ റിസർച്ച് വിങ്ങുണ്ട്, അവരതിനോട് എല്ലാ ചരടും വലിക്കും. പിണറായി ഇല്ലെങ്കിലും പിണറായിക്ക് തന്നെ അതുവഴി കേന്ദ്ര ഗവൺമെൻറ് അതിന് സപ്പോർട്ട്, സംഘപരിവാർ സപ്പോർട്ട്, രഹസ്യമായിട്ട് സപ്പോർട്ട് പരസ്യമായിട്ടും, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ നിലക്കും LDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പും. പക്ഷെ വോട്ട് കൂടുതലില്ല, വോട്ട് കൊടുക്കുന്നത് ഇപ്പുറത്താണ്. രണ്ട് ശക്തിയാണ് ലോകത്തുള്ളത്. അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാണ്, സതീഷിനൊക്കെ അറിയാം. ഒന്ന് ദൈവശക്തി, അതായത് ഈശ്വര ശക്തി, അത് പുറത്ത് കാണാൻ പറ്റില്ല, ചില സമ്മതിക്കുകയില്ല, നിരീശ്വരവാദികളുണ്ട്. പക്ഷെ പിന്നൊരു ശക്തി കൊണ്ട് സതീശൻ ജി, അതാണ് പറയുന്നത് പബ്ലിക്കിൻ്റെ ജനശക്തി എന്ന് പറയുന്നത്. ആ ജനശക്തി മീൻ ഇവിടെ വോട്ടാണ്. ഒരു വോട്ട് ഒരാൾക്കുള്ളൂ, അവർ വോട്ട് ചെയ്യണ്ടേ? സതീഷ് നിങ്ങൾ എത്ര കുത്തിപ്പൊക്കിയാലും ഇവിടെ ജാതിയില്ല മതവും ഇല്ലാന്ന് പറഞ്ഞാലും ജാതി മാത്രം ഉപജാതി ഉണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെളിയിച്ചറിയാണല്ലോ, സ്ഥാനാർത്ഥി നിങ്ങൾ കാണുകയും ചെയ്യാം. അപ്പോൾ സതീഷ് നായർ വിഭാഗത്തിൽ എത്ര വോട്ടുണ്ട് കേരളത്തിൽ? ഇത് ഞാൻ പറയുന്നല്ല, എനിക്ക് അവരുടെ ഒരു ഇഷ്ടക്കുള്ള അവർക്ക് എൻ്റെ നേതാക്കൾ ഞാൻ ബഹുമാനിക്കുക, ആരാധനയില്ല, പക്ഷെ ആദരിക്കുന്നവരാണ്. പക്ഷെ പബ്ലിക്കുള്ള വോട്ടർമാരുടെ റിപ്പോർട്ട് കൊടുത്തവരാണ്. അവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല, അവർക്ക് ജയിക്കണം ഭരിക്കണം എന്നുള്ളൂ. ആ സമുദായത്തിന് മാന്യമായ അംഗീകാരം കിട്ടും, മറ്റുള്ളത് കിട്ടുമ്പോൾ കിട്ടണമെന്നുള്ളൂ. അതിലിപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് AICC ആണെങ്കിലും KPCC ആണെങ്കിലും DCC ആണെങ്കിലും നിങ്ങൾ കാര്യമാത്രം പ്രസക്തമായി ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി ഒരു പരീക്ഷത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് സമയമില്ല കേരളത്തിൽ. UDF സംഭവിച്ചത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈമാണ്, ലാസ്റ്റ് ബസ്സാണ്, ഇനിയൊരു ബസ്സില്ല. അത് നിങ്ങൾക്കറിയാം, അത് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാം, ലീഗുകാർക്കും അറിയാം. പക്ഷെ കുഞ്ഞാക്ക് അതിനൊന്നും ബുദ്ധിപൂർവ്വം കളിക്കണില്ല. കുഞ്ഞാക്ക് കളിക്കുന്നറിയോ, ഇപ്പോഴും ആ 25 ലക്ഷം വോട്ടുണ്ട്, ശരിയാണ്. അതിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ചില നേട്ടമുണ്ടാകുന്നല്ലാതെ വേറെ സമുദായത്തിന് വേണ്ടിയോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നോക്കം വേണ്ടിയോ ഒന്നും ഇതുവരെ ചെയ്യുന്നില്ല. CHനായപ്പോൾ ചില സംസാരികളുണ്ടായത്, പിന്നോക്കരാരും ഈഴവരാരും പുലിയൻ്റെ കാര്യമൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്ത് MP വേലായുധൻ, PM വേലായുധൻ, MP വേലായുധൻ, MP അയാൾ പെനിഷയാണ്. എന്തോ കേസിൽ വന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കിടന്നിട്ടില്ലേ, ആരോ പറഞ്ഞിട്ട് CH മൂസായി വന്ന് ബെഡിൽ ഇരുന്ന്, അന്ന് മുഖ്യമന്ത്രി കൂടിയാണ്, ബെഡിൽ ഇരുന്ന് തോളത്ത് ആടി, പക്ഷെ വേലായുധൻ ഞാൻ പേടിക്കണ്ട, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ആത്മധൈര്യം, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത്. അതുപോലെ കുഞ്ഞാക്ക ചീള ഞാൻ പറഞ്ഞില്ല, പക്ഷെ എപ്പോഴും പരസ്യമായിട്ടൊരു പിന്നോക്കിനെ കുറിച്ച് പറയുന്നില്ല, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്നില്ല, ആ ലീഗുകാരെ കുറിച്ച് മാത്രം. അവർക്ക് കുറേ 4-5 മന്ത്രി സെക്രട്ടറിയും അങ്ങനെ സ്ഥാനമാനം കിട്ടി, അങ്ങനെ ചെറിയ രീതിയിൽ സുഖലോലുമായി പോവാണ്. അതല്ല, 77 വർഷം കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് എവിടെ എത്തി ഇന്ത്യയിൽ? ഞാൻ പറഞ്ഞല്ലോ, 25, 80, 20, 45 വർഷത്തും കൂടെ 10 വർഷം മുമ്പ് 35 വർഷം കഴിഞ്ഞപ്പോൾ BJP ഏകപക്ഷമായിട്ട് അധികാരത്തിൽ വന്നു. BJPക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു 20% വോട്ടുള്ളൂ, 30% ഉണ്ടെങ്കിലും ബാക്കിയൊക്കെ ചില വ്യത്യസ്തമാണ്. പക്ഷേ 1/3 ന്യൂനപക്ഷങ്ങൾ തന്നെ ഇന്ത്യയിലുണ്ട്, എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി മുസ്ലിം ലീഗിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ആ ലീഗ് അനുഭാവികളല്ലാത്തവരൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർക്ക് അത്ര സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസ്സുകാരുടെ ഒരു ദേശീയ മുസ്ലിം നിർത്തി, ആരിവിടെ നിങ്ങൾ തീരുമാനിച്ചോ നിർത്തിയത് ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് കാണിച്ച് പ്രചരണം നടത്തിയാൽ മാത്രമേ ഈ 1 കോടി 5 ലക്ഷം പുറത്തേക്കുന്ന മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ സതീഷിൻ്റെയൊക്കെ പേര് വെച്ചാൽ മുന്നോട്ട് പോകുന്നെങ്കിൽ മുസ്ലിം ഈ 1 കോടി 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം LDF വോട്ട് ചെയ്യും, വീണ്ടും LDF അധികാരത്തിൽ വരും. അതിന് പറയാൻ അവർ പറയുന്ന കാര്യം 2 കാര്യം ഉണ്ടാക്കും. ഒരിക്കലും പറയാണ്, ഒന്ന് മരുമോനെ മുഖ്യമന്ത്രിയാക്കുന്ന രഹസ്യ അജണ്ട, അതാണ് ഏറ്റവും വലിയ വില പോകുന്നത്. പരസ്യം പറഞ്ഞേക്കാൾ ശക്തമാണ് രഹസ്യമായിട്ട് പറയുന്നത് അജണ്ട. മറ്റൊന്ന്, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഒരു യോഗ സ്ഥലത്ത് സംഭാവന കൊടുത്തു, അപ്പോൾ 100 പേര് നിൽക്കുക, 99 പേരും പേര് പറഞ്ഞു, 100ാമത്തെ ആൾ എൻ്റെ പേര് പറയേണ്ടത്, അപ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രചരണം കിട്ടുന്നത്. അതുപോലെയാണ് ഇവിടെ രഹസ്യമായിട്ട് പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യും, എഫക്റ്റ് ഉണ്ടാവും, പരസ്യമായിട്ടും അത്ര ഉണ്ടാവില്ല. അപ്പോൾ
മരുമകൻ മുഖ്യമന്ത്രിയാകും എന്നൊരു ട്രെൻഡ് ഇറക്കും. മറ്റൊന്ന്, ആ RSS സംഘപരിവാറും CPM തമ്മിൽ ലഹളയും അടിപിടിയും കൂടും. ഇനി ഒരു വർഷത്തോളം ഉണ്ടല്ലോ കക്ഷി. എന്തെല്ലാം മാറ്റം വരാം ലോകത്ത്, ഇന്ത്യയിൽ. ഇപ്പം തന്നെ ഈ മാസം 5-ാം തീയതി, ഇനി നാളെ ശനിയാഴ്ച ലോകത്തിൻ്റെ വലിയ അപകടം ഉണ്ടാകും പറയുന്നുണ്ട്. ശരിയായിട്ട് അറിയില്ല, ഉണ്ടാകാതിരിക്കട്ടെ അറിയില്ല. അതുപോലെ എന്തെല്ലാം മാറ്റം വരാം ലോകത്ത്. അതിൻ്റെ സൂചന ചില വന്നിട്ടുണ്ട്. അത് കടലിൽ തിര വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്, AICC, ലീഗ് ശ്രദ്ധിക്കേണ്ടത്, കോൺഗ്രസ്സുകാരനായ ഒരു ദേശീയ മുസ്ലിമിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രചരണം നടത്തി രംഗത്ത് കാണിച്ചാൽ മാത്രമേ ഈ 1,05,00,000 എന്ന മുസ്ലിം വോട്ടർമാർ UDF വോട്ട് ചെയ്യുള്ളൂ. അത് UDF വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ LDFിൻ്റെ കളിയിൽ പോകും. അപകടമാണ്. ഇനി ചാൻസ് ഉണ്ടാവില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നിർത്താം. ഒരു കാര്യം ലാസ്റ്റ് സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്കറിയാം, കെയർ എന്നൊരു സംഘടന അമേരിക്കൻ ബേസ്ഡാണ്. 45 തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് $515 മില്യൺ ഡോളറാണ് ഒരു വർഷത്തെ ബഡ്ജറ്റ്. അതായത് ഈ 45 തുടങ്ങിയത് 50 മുതൽ 60 വരെയും കേരളത്തിൽ, ഇന്ത്യയിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. 48-ലൊക്കെ കൽക്കട്ടയിലൊക്കെ ഉള്ള പട്ടി കൊണ്ട് ലക്ഷങ്ങൾ മരിച്ചു. പ്ലേഗ് പിടിച്ചും വസൂരി കോളറയൊക്കെ ഒന്ന് മരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചെറുപ്പം, ഇനി 50, 59, 50 വിമോചന സമരത്തിൽ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എനിക്ക് 9 വയസ്സുള്ളൂ, 4 വയസ്സ് ചേർത്താവുന്നു. അപ്പോൾ അന്ന് ഇവിടെ എന്താ പറയുക, അന്ന് സ്കൂളിൽ എൻ്റെ അമ്മാവനാണ് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അവിടെ സ്കൂളുകൾക്ക് ഈ സാധനം കൊടുക്കും. അത് ഈ 50 കിലോ സിമെൻറ്റ് പാക്കറ്റ് വരുന്നില്ലേ, അതുപോലെ ചോളത്തിൻ്റെ പൗഡറും പിന്നെ ഇത് നെയ്യും പിന്നെ പാൽപ്പൊടി ഇത് കൊടുക്കും. കപ്പിലിറക്കിയിട്ട് ഓരോ സ്കൂൾ കൊടുക്കുകയാണ്. ട്രാൻസ്പോർട്ട് ചാർജ് വരെ ഈ സംഘടന വഹിക്കും. അത്ര മഹത്വം ബൃഹത്വമായ സംഘടനയാണ്. അപ്പോൾ എല്ലാ അമേരിക്കക്കാരും മോശമല്ല. നമ്മളോട് ഒപ്പം തന്നെ നമ്മളെക്കാൾ മനുഷ്യത്വമുള്ളതാണ് അമേരിക്കക്കാർ. പക്ഷെ അതിൽ കുറച്ച് പേര് വഴിതിരിഞ്ഞു പോയി. കാരണം ബിസിനസ് ലാഭത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാക്കി ആയുധം വിറ്റ് ജീവിക്കുകയാണ്. അതൊക്കെ മാറാൻ പോവാണ്. ആ സാമ്രാജ്യത്വം തകരാൻ പോവാണ്, തകർന്നു തുടങ്ങി. അപ്പോൾ അന്നുകൊണ്ട് 45-ലുണ്ട് അമേരിക്കയിൽ സാധു സംരക്ഷണ സേന എന്ന് വെച്ചിട്ട് അവരുണ്ടാക്കുന്നത്. ഇതാണ് കുട്ടികളിലെയും പിന്നെ സ്ത്രീകൾക്കൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെൻറ്റാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത്. കെയറിനെ ഉദ്ദേശിക്കുന്നത് ഒരു സംഘടനയാണ് രജിസ്റ്റർ. അപ്പോൾ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് എല്ലാവരും അമേരിക്ക മോശക്കാരല്ല. നല്ല വളരെ സത്യസന്ധരും ആത്മാർത്ഥമുള്ളവരും രാജ്യസ്നേഹികളും മനുഷ്യസ്നേഹികളും ഉണ്ട്. അവർ പോലെ ആ കെയറിനെ പോലെയുള്ള സംഘടനയുടെ സപ്പോർട്ടാണ് ഇന്ന് ഇപ്പോഴത്തെ മേയർക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഓലപ്പാമ്പ് കാണിച്ചതും പുള്ളി തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പുള്ളി ജയിക്കാതിരിക്കട്ടെ, നമുക്ക് ഒരു പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷേ ജയിച്ചാലും തോറ്റാലും ഇന്ത്യയോടുള്ള സ്നേഹവും റെസ്പെക്റ്റും കാണിക്കണം. അത് ഏത് മോഡി ഗവൺമെൻറ് ആണെങ്കിൽ പോലും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ്. ആ ഗവൺമെൻറ്റിന് എതിർക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.